കേരള രാഷ്ട്രീയത്തിലെ കൊടുങ്കാറ്റായ സോളാർ കേസ് ആഞ്ഞടിച്ചപ്പോൾ അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തിപരമായ ആക്ഷേപങ്ങളെക്കാൾ മൂല്യം നൽകിയത് തന്നൊപ്പം നിന്നവരുടെ സ്വകാര്യതയ്ക്കും മാന്യതയ്ക്കുമായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ഉയരുന്ന ആരോപണങ്ങളിൽ ഉമ്മൻചാണ്ടി നിയമസഭയിൽ നടത്തിയ ആ വാക്കുകൾ വീണ്ടും പ്രസക്തമാവുകയാണ്. 2015 ഡിസംബർ 3 നിയമസഭ പ്രക്ഷുബ്ധമാണ്. സോളാർ കേസ് പ്രതി ബിജു രാധാകൃഷ്ണനുമായി അടച്ചിട്ട മുറിയിൽ മുഖ്യമന്ത്രി നടത്തിയ സംഭാഷണത്തിന്റെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് പ്രതിപക്ഷം മുറവിളി കൂട്ടുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി പതറാതെ നിന്നു. ഉമ്മൻചാണ്ടി അന്ന് സഭയിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ബിജു രാധാകൃഷ്ണൻ വന്നു, അദ്ദേഹം സംസാരിച്ചത് രഹസ്യ സ്വഭാവമുള്ള കാര്യമാണ്, അത് വെളിപ്പെടുത്തണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നു, പക്ഷെ എന്റെ മാന്യത കൊണ്ട് ഞാനത് ചെയ്യില്ല. ഇപ്പോൾ ഞാൻ പ്രതിക്കൂട്ടിലാണ് എന്ന് എനിക്കറിയാം, എന്നിട്ടും എന്റെ മാന്യത വിട്ട ഒരു വാക്കുപോലും താൻ പറയില്ല. താൻ ക്രൂശിക്കപ്പെടുമ്പോഴും മറ്റൊരു കുടുംബത്തിന്റെ, പ്രത്യേകിച്ച് ഗണേഷ് കുമാറിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടേക്കാവുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ അദ്ദേഹം അന്ന് തയ്യാറായില്ല. അത് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യന്റെ രാഷ്ട്രീയ മാന്യത കൂടിയായിരുന്നു. ഇന്ന് ഗണേഷ് കുമാറിനെതിരെ ചാണ്ടി ഉമ്മൻ നയിക്കുന്ന ആരോപണങ്ങൾ നോക്കുക. സോളാർ കേസിലെ പരാതിക്കാരിയുടെ 18 പേജുള്ള കത്ത് 24 പേജാക്കി മാറ്റാൻ ഉമ്മൻചാണ്ടിയെ കുടുക്കിയതിന് പിന്നിൽ ഗണേഷ് കുമാർ ആണെന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുമ്പോൾ, ആർ ബാലകൃഷ്ണൻ പിള്ള ജയിലിൽ കിടന്നപ്പോൾ ആ കുടുംബത്തിന് താങ്ങായി നിന്നത് ഉമ്മൻചാണ്ടി ആയിരുന്നു എന്നുകൂടി ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട്. ഗണേഷ് കുമാറിനെതിരെയുള്ള പരാതികൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്റെ കൈവശം ഇരുന്നിട്ടും ഒരു ജ്യേഷ്ഠ സഹോദരന്റെ വാത്സല്യത്തോടെ അവ മറച്ചുവെക്കാനാണ് ഉമ്മൻചാണ്ടി ശ്രമിച്ചത്. തന്റെ രാഷ്ട്രീയ ജീവിതം പണയപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹം മറ്റൊരാളുടെ മാനം കാത്തു. മന്ത്രിസ്ഥാനത്ത് നിന്നും മാറേണ്ടി വന്നപ്പോഴും കുടുംബ പ്രശ്നങ്ങളിലും ഉമ്മൻചാണ്ടി മാന്യമായി ഇടപെടലായിരുന്നു നടത്തിയത്. ഉമ്മൻചാണ്ടിയുടെ CD തേടി ഗണേഷ് കുമാർ നടത്തിയ യാത്രകളും സോളാർ കത്തിലെ കൃത്രിമത്വവും ഇന്ന് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അന്ന് ഉമ്മൻചാണ്ടി പാലിച്ച മൗനം സത്യത്തിൽ ഗണേഷ് കുമാറിന് നൽകിയ ഒരു വലിയ ജീവിത ഭിക്ഷയായിരുന്നു. അതിന്ന് തെളിയുകയാണ്. കള്ളസാക്ഷി പറയരുത് എന്ന ബൈബിൾ വചനം ഗണേഷ് കുമാർ ഓർമ്മിപ്പിക്കുമ്പോൾ അത് തിരിഞ്ഞു കൊത്തുന്നത് അദ്ദേഹത്തിന് തന്നെയാണ്. കാരണം ലോകത്തിനു മുന്നിൽ കുറ്റക്കാരനായി മുദ്രകുത്തപ്പെട്ടപ്പോഴും തനിക്കറിയാവുന്ന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ഗണേഷിനെ തകർക്കാൻ ഉമ്മൻചാണ്ടി ഒരിക്കൽ പോലും ശ്രമിച്ചില്ല. രാഷ്ട്രീയ ലാഭത്തെക്കാൾ സ്നേഹത്തിനും ബന്ധങ്ങൾക്കും വില കൽപ്പിച്ച ആ മനുഷ്യന്റെ നന്മയെ ഇന്ന് ചരിത്രം നീതിയോടെ അടയാളപ്പെടുത്തുന്നു. അന്നത്തെ ഉമ്മൻചാണ്ടിയുടെ സഭയിലെ ആ പ്രസംഗം കൂടി ചേർക്കുന്നു. ഒരു ആരോപണമാണ് എനിക്കെതിരെ രാധാകൃഷ്ണന്റെ പേരിൽ CP ജയരാജനിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. സർ, ഈ ആരോപണത്തിൽ 1% കഴമ്പുണ്ടെങ്കിൽ ഈ സ്ഥാനത്തിരിക്കാൻ ഞാൻ അർഹനല്ലെന്ന് മാത്രമല്ല, പൊതുപ്രവർത്തന രംഗത്ത് പോലും നിൽക്കാൻ അർഹനല്ല. ഇന്ന് വരെ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലും വെച്ചിട്ടില്ലാത്ത വിധത്തിൽ സോളാറുമായി ആരോപണവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ വന്ന എല്ലാ ആക്ഷേപങ്ങളും, മാധ്യമങ്ങളിൽ വന്ന എല്ലാ ആക്ഷേപങ്ങളും, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടേംസ് ഓഫ് റെഫറൻസാണ്. ശ്രീ ബിജു രാധാകൃഷ്ണൻ ഒരു വെളിപ്പെടുത്തൽ നടത്തി. സാറ്, ഇതിനു മുമ്പ് ഒന്നും പറയാത്ത കാര്യങ്ങളാണ്. സാറ്, ഈ ബിജു രാധാകൃഷ്ണൻ സാറ് ആരാണ് എന്നുള്ളത് അദ്ദേഹം നിരവധി കേസുകളെ പ്രതി, സ്വന്തം ഭാര്യയെ കൊന്ന കൊലക്കേസിലാണ് അദ്ദേഹം ശിക്ഷിച്ച് കിടക്കുന്നത്. അങ്ങനെയുള്ള ആള് പറഞ്ഞ മൊഴിയാണ് സാറ്. ഇത് അദ്ദേഹം ആർക്കൊക്കെ എതിരായിട്ട് പറഞ്ഞിരിക്കുന്നത്? സാർ, ഈ കൊലക്കേസ് സമർത്ഥമായി അന്വേഷിച്ച DYSPക്കെതിരെ കോടതിയിൽ ഈ കേസ് ഏറ്റവും സമർത്ഥമായി നടത്തിയ അഡ്വക്കേറ്റ് സാർ, പിന്നെ ജീവപര്യന്തം ശിക്ഷ നൽകിയ ജഡ്ജിക്കെതിരായിട്ട് പോലും പറയുക. അപ്പം തനിക്ക് ആരോടൊക്കെ എതിർപ്പുണ്ടോ അവരോടൊക്കെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആ ഒരു സാഹചര്യമാണ്. സാർ, എന്നോടുള്ള എതിർപ്പിന്റെ കാരണം അറിയാമല്ലോ. സാറ്, അദ്ദേഹം 498A കേസിൽ പ്രതിയായി ജാമ്യമെടുത്ത് പിന്നെ സ്വതന്ത്രമായി ഈ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഈ
നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നതിന്റെ പേരിൽ സ്വാഭാവികമായിട്ടും അതിനുള്ള വിരോധം കാണും. സാറ് ഈ രാധാകൃഷ്ണനുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഒരു MD, ഒരു കമ്പനിയുടെ MD ആണ്, അദ്ദേഹത്തിന് കാണാൻ സമയം കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനന്ന് എറണാകുളത്തുണ്ട്, കാണാം എന്ന് പറഞ്ഞു. അദ്ദേഹം വന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഒരാളുകൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരൂടി ഇരുന്ന് സംസാരിച്ചത് ഒരു രഹസ്യ സ്വഭാവമുള്ള കാര്യമാണ് അദ്ദേഹം സംസാരിച്ചത്. അത് വെളിപ്പെടുത്തണമെന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ എന്റെ മാന്യത കൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ പ്രതിക്കൂട്ടി നിൽക്കുകയാണല്ലോ, നിങ്ങൾ വീണ്ടും എന്താണെന്ന് ചോദിക്കുന്നുണ്ടല്ലോ. എന്നാലും എന്റെ മാന്യത വെച്ചുകൊണ്ട് ഞാൻ പറയത്തില്ല. പക്ഷേ എനിക്കൊരു ഭാഗ്യമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, അറിയാത്ത ഒരാളുകൂടെ ഇദ്ദേഹത്തിന്റെ കൂടെ കയറി വന്നു. അതാരാന്ന് പോലും എനിക്കറിയത്തില്ല. ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് വിവാദം വന്നപ്പോഴാണ് ഈ ആൾ ആരാന്ന് മനസ്സിലാകുന്നത്. ശിവദാസ് എന്ന് പറഞ്ഞ ആളാണ്. മാതൃഭൂമിയിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അത് സംബന്ധിച്ച് കമ്മീഷനിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. സാറ്, സ്വന്തം ഭാര്യയെ കൊന്ന കേസിൽ രക്ഷപ്പെട്ടു നടന്ന ആളിനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ആ നിയമത്തിന്റെ ശിക്ഷ വാങ്ങിക്കൊടുത്ത് ജയിലടച്ചു എന്ന അഭിമാനം ഈ ഗവൺമെന്റിനുണ്ട്. അതിന് ഇതുപോലൊരു വില കൊടുക്കേണ്ടി വന്നതിൽ എനിക്കൊരു ദുഃഖവുമില്ല. സാർ, ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പരമാവധി ശ്രമിച്ചു നോക്കി. സാറ്, അതിന്റെ മുമ്പിലും ഞാൻ വഴങ്ങിയില്ല. ഞാനൊരു ഈശ്വരവിശ്വാസിയാണ്. ശരി ചെയ്താൽ അംഗീകാരം കിട്ടും, തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും. അദ്ദേഹം പറഞ്ഞു എനിക്കിതിനെല്ലാം ഇതിനകത്തെല്ലാം തെളിവുണ്ട്, CD ഉണ്ട്, അത് ഞാൻ ഹാജരാക്കും എന്നാണ്. തെളിവ് കൊണ്ടുവന്നാൽ അവിടം കൊണ്ട് നിങ്ങളുടെ പണി വളരെ എളുപ്പത്തിലാവും. ഈ CD അത് ഈ ബിജു രാധാകൃഷ്ണൻ ഹാജരാക്കുന്നില്ലെങ്കിൽ നിയമപരമായ രീതിയിൽ അത് എടുക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് വ്യക്തമായിട്ടുള്ളത്. വിദ്യാർത്ഥി ജീവിതം മുതൽ ഞാൻ കഴിഞ്ഞ 55 വർഷക്കാലം പൊതുപ്രവർത്തന രംഗത്തുണ്ട്. ഞാൻ ഒന്നും ഒളിച്ചു കഴിയുന്ന ആളല്ല. ഞാൻ എപ്പോഴും എൻ്റെ ജീവിതം, എൻ്റെ പൊതുപ്രവർത്തനം ഒരു തുറന്ന പുസ്തകമാണ്. സാർ, എനിക്ക് നിങ്ങൾ ആരോടും പരിഭവമില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ യാതൊന്നും ആലോചിക്കാതെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് നമുക്ക് ഗുണകരമാണോ? അത് ചെയ്യുന്നത് ഒരു വ്യക്തിയോട് മാത്രമല്ല, ഒരു വ്യവസ്ഥിതിയോടാണ്, ഒരു സ്റ്റേറ്റിനോടാണ്. എന്നെ അപമാനിച്ചു വിടണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ പോകുമ്പോൾ ഇതുപോലെ എല്ലാവിധത്തിലുള്ള ബ്ലാക്ക് മെയിലിങ്ങിനെയും അതിജീവിച്ചുകൊണ്ട് നീതി നടപ്പിലാക്കിയതിന്റെ പേരിൽ ഇത്ര വലിയ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നേരിട്ട ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലായിരിക്കും ഞാൻ പോകുന്നത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അപമാനിതനായിട്ട് എന്നെ വിടാൻ സാധിക്കില്ല. എന്താ ഇത് പറയുന്നത്? എന്റെ മനസ്സാക്ഷിയുടെ ശക്തിയാണ്. തെറ്റ് ചെയ്തിട്ടില്ല, നീതി ചെയ്തു. ബ്ലാക്ക് മെയിലിങ്ങിന് ശ്രമിച്ചപ്പോൾ അതിനെ തടുത്തു നിർത്തി എന്നുള്ള ശക്തി കൊണ്ടാണ് പറയുന്നത്.